പക്ഷെ ഇവർ തരുന്ന അപ്രിസിയേഷൻ കൊണ്ട് ഫൈനലി ഐ ഡിഡ് ഇറ്റ് ഗൈസ്. ആദ്യം പഠിക്കുക എന്നിട്ടല്ലേ ബാക്കി. ആക്ച്വലി ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാനത് മാനിഫെസ്റ്റ് ചെയ്തൊരു മൊമെന്റ് ആണ്. ആക്ച്വലി നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ സോൺ ഔട്ട് ആവല്ലോ, നിങ്ങൾക്ക് ആവല്ലേ? ആ ആവുന്ന സമയത്ത് ഡേ ഡ്രീം ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു മൊമെന്റ് ആണ് ആക്ച്വലി. ഇപ്പൊ ജുനി സർ നേരത്തെ പറഞ്ഞു 10% ലക്ക് ഫാക്ടറാണ്, ബാക്കി 90% നിങ്ങളുടെ എഫേർട്ടാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം എഫേർട്ടാണ്. ഞാൻ പഠിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നബീൽ സാറിനോട് ഫസ്റ്റ് താങ്ക് യു പറഞ്ഞു, അർച്ചന മാം, ആസിഫ് സാർ, ജുനി സാർ, അജി സാർ, എല്ലാവരും അത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇപ്പം നിൽക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ നല്ല പെർഫോമൻസ് ഉണ്ട്. ഏത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലും സാർ 450 അല്ലേ സാർ, സാർ 460 അല്ലേ സാർ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും. സത്യം പറയുകയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്നുണ്ട്, ഇവർക്ക് എടുക്കുന്ന ടീച്ചേഴ്സിനല്ലേ നമുക്ക് കൊടുക്കുന്നത്, എന്താ കിട്ടാത്തത്? എന്നിട്ട് ഞാൻ കുറേ അർച്ചന മാമിനോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, മിസ് എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് പറ്റി പറയാൻ പണിയെല്ലാം തോന്നിയത്. ആൻഡ് ഫൈനലി ഐ ഡിഡ് ഇറ്റ് ഗൈസ്.